ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ റൂം വെക്കേറ്റ് ചെയ്തു, പെട്ടി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് ഞങ്ങളിനി നേരെ സഫാരി പാർക്ക് ഉണ്ട്, അവിടെ ട്രെക്കിംഗ് ഉണ്ട്, സൂ ഫുള്ള് കുറേ മൃഗങ്ങളെ കാണുന്നൊക്കെയാണ് പറയണത്. നോക്കാം ട്രെക്കിങ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി, സഫാരി പാർക്കിൽ ട്രെക്കിങ്. ഇതിന് ശേഷം ഫിഫി ഐലൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തല്ല, ബാങ്കോക്കിലല്ല, കുറേ ലോങ് ഉണ്ട്. തായ്ലാൻഡിലുള്ളവർക്കും തായ്ലാൻഡിൽ പോയവർക്കൊക്കെ അറിയാം നന്നായിട്ടത്. ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ ഫോർട്ട് വെച്ച് പോലെ ഉണ്ട്, ബോട്ട് വരുന്നു, ആൾക്കാർ എടുക്കണു. ഇപ്പം ഞാൻ ഉള്ളത് കണ്ടോ, റിവറിൻ്റെ സൈഡിലാണ്. ഞങ്ങളെ പുറത്ത് തന്നെയാണ് ഹോട്ടലും വരുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഏരിയ, അത്ര വലിയ റിച്ച് ഏരിയ ഒന്നുമല്ല. ഏത് ബാങ്കോക്ക് സിറ്റി ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഇവിടെ കുറേ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ട് പോകണമൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി, സഫാരി പാർക്ക്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ, നമുക്ക് നോക്കാം അല്ലേ. ഗായ്സ്, ലെസിനെ കണ്ടിട്ട് ഫാൻസ് കൂടി. ഹായ്. ലെസിനെ എടുത്തിട്ടൊരു ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട്. ഇവർക്ക് കുട്ടികൾ നാട്ടിലില്ല. താങ്ക് യു. അങ്ങനെ നമ്മൾ സഫാരി പാർക്കിൽ എത്തിയിട്ടോ. എത്തിന്നല്ല, എത്താനാവണം. എൻ്റെ എൻട്രൻസ് ഇവിടെ ഭയങ്കര തിരക്കാണ്, ഫുൾ തിരക്കാണ്. ഇപ്പൊ പറയണത് കുരങ്ങന്മാർ ഇവിടെ രണ്ടെണ്ണം വേറെ എക്സ്ട്രാ ഉണ്ട് എന്നാണ്. രണ്ടെണ്ണം ബാക്കിലും, പിന്നെ അതിന്റെ ബാക്കിൽ ഒരു ചിമ്പാൻസി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാക്കു പറഞ്ഞു പിന്നെ ചിമ്പാൻസി ഷോ ഒന്നും പോയോ വേണ്ട. അപ്പോ ഞങ്ങള് നേരെ അത് കണ്ണട കാണുന്നത് മുന്നുമാണ്. അപ്പോൾ ഞങ്ങള് നേരെ പോണത് ഇപ്പൊ സഫാരിക്കാണ്. അപ്പോ നമുക്ക് എന്താ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുമ്പോൾ കുറെ അനിമൽസിനെ കാണുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. അപ്പൊ നമുക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആവട്ടെ. സഫാരി എടുത്തുക്കണോ? ഞാൻ ഈ ബെൽറ്റ് ഇട്ടില്ലേ, ബെൽറ്റ് ഒന്നും ഉണ്ടോ? അസ്സലാമലൈക്കും. നിങ്ങൾക്ക് മസാജന്മാരുടെ പ്രത്യേകത അറിയോ? പോയിട്ട് ഗായ്സ്, ഓസ്ട്രിച്ച് ഇപ്പൊ ഓസ്ട്രിച്ച് അല്ലത് ഗായ്സ്. ആ കാണുന്നതാണ് കഴുകൻ. അപ്പൊ നമുക്ക് തുടക്കം തന്നെ ഒരു കഴുകനെ കാണാൻ പറ്റി. എന്തേ കാത്തിക്കോന്നോ? ലീക്ക് ഭയങ്കര ധൈര്യ. ലീന്റെ ഒന്ന് താത്താനാ പറയണേ. ലീ അടിപൊളി. ഗായ്സ്, കാട് എന്ന് പറഞ്ഞിട്ട് വലിയ കാടൊന്നും കാണാല. കുറച്ച് കഴിഞ്ഞാ അപ്പൊ സീബ്ര, നെക്സ്റ്റ് സീബ്ര ആണ്. അപ്പൊ നമുക്ക് സീബ്രനെ കാണാം. ഗായ്സ്, ക്യാമൽ നമ്മള് ദുബായിലാണ്. അതോ സീബ്ര ഹൗസിലെ സീബ്ര. ഗായ്സ്, സീബ്ര സീബ്ര അതാ സീബ്ര അമ്മ. അതോ ജിറാഫ്. ഗായ്സ്, നമ്മൾ ബാബിനെ കണ്ടിട്ടുണ്ട് പുറത്ത്. ഇന്നലെ ബാബിനെ മറ്റേ അതും എഴുതിയിരുന്നില്ലേ? കറക്റ്റ് ആ സംഭവം തന്നെ ഇവിടെ നിന്നില്ലേ? Guys, the rhino. Ozile,
സ്പൈഡർമാനിലെ വില്ലനാണേ. മുമ്പ് നോക്കാം ബാബി. ഇത് പറ, ഇത് കാളയാണോ മൂരിയാണോ? അതോ കാറിനെ കുത്താൻ പോണു. വലിയ പോത്ത്. ഇതാ ഖത്തറിന്റെ മാൻ പോണു. നല്ല രസമുണ്ട്. എങ്ങണ്ട്? നല്ല മനസ്സുണ്ട്. നല്ല രസല്ല, രസം. നല്ല മനസ്സുണ്ട്. ഇതാണ് മാൻ ഫൈറ്റ്. ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. മാൻ ഫൈറ്റ്. അത് പറഞ്ഞു. ഇതിലേതാ ഇമ്മച്ചി, ഏതാണ് ഇപ്പച്ചി? അറക പാർട്ടികളാണ് ബോത്ത് ടീംസ്. അല്ല ലയണ്. ഇത് ക്ലോസ് എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല. ഇനി പുലി സിംഹം ഒക്കെ വരുന്നുണ്ട്. സിംഹം സിംഹം സിംഹം. കൂട്ടത്തിലെ കിങ് എവിടെ? ഇതാ ഗൈസ് കൂട്ടത്തിലെ കിങ്. ഓന്റെ തന്നെ ഇങ്ങോട്ട് തിരിയാൻ പറയൂ. ഇതാണ് സിംഹം. അതാ പുലി കുത്തായിരുന്നു. എന്തത് പുലി? തിന്നാലോ? ധൈര്യം ഉണ്ടോ? എന്താ നോട്ടം ശരിയല്ലോ. ഇവിടുന്ന് പോണത് അതാ പുലി നീന്തുണു. മൃഗേല പുലി. ഓൻ തന്നെയാണ്. നമ്മുടെ നാട്ടില് പുലി ഇറങ്ങിയ ആൾക്കാര് റോഡ് ഓടും. ഇവിടെ പുലിനെ കണ്ടിട്ട് വണ്ടി എടുത്ത് ബാബി എന്താ ഉറക്കം വന്നിക്കണു. ഫോട്ടോയ്ക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ബാബി ഇത്ര നേരം വെള്ളത്തിൽ കിടക്കാറില്ലല്ലോ. ഗായ്സ് കരടി കരടി. എന്താ കരടി? കരടി ലസി നോക്കണ്ട കരടിനെ. അപ്പൊ ഗായ്സ് നമ്മളപ്പോ ഇവിടുത്തെ സഫാരി കഴിഞ്ഞു. നമ്മൾ നേരെ നടന്ന് കാണുന്ന മറ്റേ ചിമ്പാൻസിയുടെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ, അങ്ങോട്ടാണ് പോണത്. അപ്പൊ എലിഫന്റ് ഷോ ഉണ്ട്. നമുക്ക് എലിഫന്റ് ഷോ കാണാൻ പോവാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ എലിഫന്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതിപ്പോ എവിടെയെന്ന് അറിയില്ല. കണ്ടോ കുറെ തിരക്കുകളുണ്ട്, കുറെ ജനങ്ങളുണ്ട്. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ സഫാരി വേൾഡ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പോയത് സഫാരി പാർക്കിലൊരു ട്രക്കിംഗ് ആയിരുന്നു. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിലൊരു ട്രാവൽ. ഇപ്പോൾ നമ്മളിനി പോകുന്നത് സഫാരി വേൾഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോയിട്ട് ആനിമൽസിനെ കാണും. അപ്പോൾ ഇവിടെ കുറച്ച് ക്രൗഡാണ്. ഇളനീർ നമുക്ക് കുറേ ബാബിമാരെയും കുറേ കാക്കൂനിയും കുറേ മുനുവിനെയും കാണാം. ഗായ്സ്
ഉമ്മാക്കെന്താ തോളത്ത് എത്താത്തോണ്ടാണോ? ഇതെന്തത് ഫാന്? ഓ ഗായ്സ്, കുട്ടിക്ക് ആകെപ്പെട്ടത് കുട്ടിയാണ്. കുട്ടിക്ക് ഒരു കുഞ്ഞു ഫാനും ഞങ്ങൾ വാങ്ങി. സോ ഗായ്സ്, നമ്മളിപ്പോൾ പാർക്കിനുള്ളിൽ എൻ്റർ ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം ഇവിടെ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്. ഓക്കെ, ലെമ്യൂറ എടാ നമ്മളെ നാട്ടിലെ ചെറിയക്ക്. ഫസ്റ്റ് നമുക്ക് എന്തിനെ കാണാം? തത്തമ്മനെ കാണാം. ഇതാണ് ഗായ്സ് തത്തമ്മ. തത്ത ഒലിക്ക് പാലെടുത്തിട്ട് വരാം. പാലെടുക്കാൻ ആകെ 7 സെക്കൻഡ്. പക്ഷെ ടിക്കറ്റ് ഒരിക്കലും വെറുത്തല്ല, പക്ഷെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. പേടിയുണ്ടോ? പുലിക്ക് ഇന്ന പേടിയാതിരുന്നത് 7 സെക്കൻഡിനുള്ളൂ ഈ ടിക്കറ്റ്. അതും 700 തൈബാത്ത് പറഞ്ഞ യുഎയിൽ 70 റൺസ്. നാട്ടിൽ 70 അടുത്ത് 2000-അടുത്ത്. എന്തിന്റെ കയ്യുമ്പോ കൂടെ എന്തൊക്കെയുണ്ട്? ആ പാലായിരിക്കും. പാലാണോ? പാലാണോ? 7 സെക്കൻഡ് നന്നായി, അല്ലെങ്കിൽ അതിന് എത്ര നേരം പിടിച്ചിരിക്കുക? 7 സെക്കൻഡ് നല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ പുലിനൊക്കെ പിടിച്ചിരിക്കുന്നു. ഇത് ജീവ വേണ്ടേ? അതാ പുലിക്ക് പാൽ കൊടുക്കുക. ഇതിന് പാല് മതി തോന്നുന്നു, ഇറച്ചി വേണ്ട തോന്നുന്നു. ഉപ്പാക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇതാണ് ഗൈസ്, നമ്മൾ റീൽസിനാണ് ചിമ്പാൻസി. ഞങ്ങളിപ്പോ ലാസ്റ്റ് എടുത്ത ഫോട്ടോ കോളായി. കാരണം എന്താ പറയുക, ഭാബി കണ്ണറിട്ടിട്ടില്ല. ഇപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടി വരും. നമ്മള് പുലി ഇറച്ചി നിന്നല്ലാണ്ടല്ലോ, ഇപ്പൊ പാല് കുടിക്കണുണ്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. പുലി പാല് കുടിക്കുക, മേത്തക്കൂടെ വന്നിട്ട് എന്തൊക്കെ വെച്ച് തേച്ചിരുന്നു. ഗായ്സ്, നമ്മൾ അക്വേറിയത്തിലേക്ക് പോവുകയാണ്. ദുബായ് അക്വേറിയം കണ്ട നമ്മക്ക് ഇതൊക്കെ എന്തല്ലേ? ആ, ഇത് കാണുമ്പോ ശരി വരിക. എന്ത് സാധനം നേർന്നായല്ലേ? ബാബി, ഈ സ്റ്റാച്ചു എപ്പോഴാ വെച്ചത്? ബാബി അവിടെ പോയി നിക്ക് പ്ലീസ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഹിപ്പോപ്പൊട്ടാമസിനെ വേണം? ഇപ്പൊ നമ്മളുള്ളത് ഫ്ലെമിംഗോ. ഫ്ലെമിംഗോ. അപ്പൊ ഇതാണ് ഗൈസ്, ഞങ്ങളെ കമ്പനിയിലെ ബ്രാൻഡ് ഉണ്ട് ഫ്ലെമിംഗോ. അപ്പോ അത് ഈ ഫ്ലെമിംഗോ ആണ്. സോ ഗൈസ്, ഇതാണ് ഫ്ലെമിംഗോ. ഇതിനല്ലേ കൊച്ചി എന്ന് പറയാ, അല്ലേ? കൊച്ചിയുടെ ഇംഗ്ലീഷ് നെയിം ചിലപ്പോൾ അറിയണ്ടാവില്ല, ഫ്ലെമിംഗോ. എന്നാരും മറക്കരുത് കേട്ടോ. ഇത് എക്സിറ്റിലൊക്കെ പോണ കെയിനോ? ഇതല്ല, ഇനി അവിടെ കുറച്ച് കാണണ്ടോ? കൊടുത്ത പൈസ വെള്ളത്തിലായോ?
കുറച്ചിനും കാണാണ്ട് തോന്നുന്നു. ഞങ്ങളൊക്കെ റോങ് പ്ലേസിൽ കൂടെ ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഞാൻ പറയണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കിയേക്കോ, അവിടെ എന്തൊക്കെയുണ്ട്. അത് എക്സിറ്റ് എഴുതിയിരിക്കുന്നു. ആ നല്ല ആൾക്കാരാ. ഫസ്റ്റ് ചലഞ്ച് ടെന്നീസ് ബോൾ കൊണ്ട് ആ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കാം. ഇപ്പ ആ ഇപ്പ ഒരു ബോളുണ്ട് മൊത്തം മുണ്ടിയും വലുതിട്ടു. 4 ബോളിന്റെ എല്ലാം മുണ്ടിനെ ചെറുതിട്ടു. അടുത്തതായി മുനാഫറാണ് ഇത് ചെയ്യാൻ പോണത്. ബാബി അല്ല മറ്റേ ഫുട്ബോളൊക്കെ. വാ 2 മുനു വാടാ. ലാസ്റ്റ് നോക്കിയറി. കാക്കു ബാബിയുടെ തലേന്ന് വെച്ചിട്ട് പൊട്ടിച്ചോ. ബാബിയുടെ തല ബെസ്റ്റ്. സോ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല, ആവറേജ് രസമുണ്ട്. സ്പ്രിംഗിൾ സിസ്റ്റം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് റോഡിന് കുറച്ച് വെള്ളം. അപ്പോൾ നമ്മളുള്ളത് ഒരു തൂക്കുപാലത്തിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. വേറെ ഇവിടെ കാണാനൊന്നുമില്ല, ആനിമൽസും കാര്യങ്ങളൊന്നുമില്ല. So we can take a picture from here. Look. ഫോട്ടോ എടുക്കാം അല്ലേ? ഈ 2 എണ്ണമാണ് ഇതും. ബാബിയും ബാബനും. കണ്ടോ, അതേമാതിരി തന്നെ കാക്കുപടി ബാബിയപടി. ഗായ്സ്, ഒസിലും നടക്കാൻ വയ്യ. ഇന്ന് ഞാൻ തന്നെ എപ്പോഴാ വീഴ വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ ഓനും കയറിയിരുന്നു. ഡോൾഫിൻ ഷോ കാണാൻ പോകുന്നു. ഗായ്സ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വിക്രമാദിത്യനും വേതാളമായി തോന്നുന്നുണ്ടോ? അനുജ് കണ്ടിട്ടില്ലല്ലോ വിക്രമാദിത്യനും വേതാളം. അതൊക്കെ ഞങ്ങളെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് സീരിയലാ. അനുജ് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഗായ്സ്, അതോ കളർ ഫിഷ് ഗായ്സ്. ഇനി എങ്ങനെ ഇറങ്ങണ്ടേ? ഓ വാവ്, ഇതിലോട്ട് പിടിച്ചെടുത്താലോ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡോൾഫിൻ ഷോ ആണ്. ഈ കണ്ട ജനങ്ങൾ മൊത്തം ഉണ്ട്.在还没有经过场也是动物园使用我们的服务，但是是点上。也是1、2、3，出滚吧！来，好，都敢乱，我去，按我。
ഒന്നേ വേർത്ത് ചത്ത് അമ്പു ഭയങ്കര ചൂടാണ്. ഡോൾഫിൻ ഷോപ്പ് ഇൻഡോർ ആണെങ്കിൽ ഇൻഡോറാണ് സംഭവം, പക്ഷെ എ സി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ പോരാത്തിന് ഹ്യൂമിഡിറ്റിയും പെരും ചൂട്. സീൻ അങ്ങനെ തൈലൻഡിൽ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചു. അതെ, ഇപ്പാടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തല്ലേ? മിസ്റ്റർ സുബൈർ. അതെ, കൊള്ളാം. എല്ലാരും ഇവിടെ വന്നിട്ട് ഏതാ ഏരിയ അൽ ഹുസൈൻ റെസ്റ്റോറന്റ് Mr. Zubair recommended this food. He is the world famous foodist in the world. സുബൈർ ഭാई जुबैर भाई जो दुनिया में जो भी खाना देखा होगा हम लोग देखा नहीं होगा. समझ में है ना? ഭയങ്കര ഒരു ജുബൈർ ഭയങ്കര എന്തത് ചെവിക്കൊക്കെ ഇടുന്നുണ്ട് മക്കളെ. നമുക്ക് ഫുഡ് കഴിക്കാം.